ഇന്ത്യയിൽ തന്നെ ലീഗലായിട്ട് ഇത്രയും കാലം നിന്നിട്ട് തന്നെ അവർ വലിയ തട്ടിപ്പാണ് നടത്തുന്നതെന്നാണ് ED ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. 500 കോടി ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ തുകയാണ്. പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം മറ്റേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ തന്നെ സ്പോൺസറായിരുന്നു. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വലിയ വലിയ ഗിവ് അവേസ് കൊടുക്കത്തില്ല. 10 ലക്ഷം 10 പേർക്ക് കൊടുക്കുക. ഏത് 1 കോടി രൂപയാണ്. എവിടെ നിന്നാണ് ആ ഫണ്ട് വരുന്നത് എന്നൊക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പൊ 4ാമത്തെ വട്ടം അല്ലേ, 4ാമത്തെ വട്ടം ഇൻസ്റ്റാഗ്രാം ബാൻ ആവുന്നത്. ഇൻസ്റ്റാഗ്രാം ബാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട്, ഒരു ചെറിയ ടീമല്ല, പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട് ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു ടീമുണ്ട് ഗിവ് അവേ അല്ലാതെ ഇല്ലീഗൽ ലോട്ടറി നടത്തുന്നത്. ഒരുപാട് ആൾക്കാരെ ട്രാപ്പായി പോകുന്നൊരു സംഭവം. കാരണം നമുക്ക് ഒരു ആപ്പ് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ കിട്ടും എന്നുള്ളൊരു മായ കാഴ്ചയിലാണ് എല്ലാവരും. ചില സമയത്ത് ആളുകൾ ഇതുപോലെ എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും ചില സമയത്ത് ലോജിക്ക് ചിന്തിക്കില്ല. ഇത്ര പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകത്ത് ഇത്ര ആയിട്ട് മടക്കി തരാമെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആവുമോ എന്നുള്ള ചോദ്യം. കേരളത്തിൽ സൈബർ അല്ല, പണ്ട് തൊട്ടേ തട്ടിപ്പിന് പറ്റിയ നല്ല ഒരു നല്ല സ്ഥലമാണ് ഈ പറയുന്ന സ്കാമറുടെ ഒരു ബുദ്ധിമോശം എന്ന് പറയണം. കാരണം അതിൽ ആളും മാർക്ക് സക്കർബർഗും കെട്ടിപ്പിടിച്ച് വെക്കുന്ന ഫോട്ടോ. പോൺസി സ്കീമുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. തെളിവുകൾ സഹിതം അഭിജിത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഭീഷണികൾ. ഇഫ് ഇറ്റ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ, എന്തോ പ്രശ്നമുണ്ട്.